ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് വലിയ ജീരകവും ചെറിയ ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. നമ്മൾ വലിയ ഉള്ളി എടുക്കുന്നില്ല കേട്ടോ, സവാള എടുക്കുന്നില്ല. അതിന് പകരം ചെറിയ ഉള്ളി വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു 10-20 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നമ്മൾ മുട്ടിയിലിട്ടിട്ട് ചതച്ചെടുക്കില്ല, അങ്ങനെ ചതച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ഉള്ളി നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് വാടി കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 1 കിലോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. സവാള ഇടുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ ഒരു ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്താണ്. നമ്മളിതിലേക്ക് കുറച്ചധികം പച്ചമുളകാണ് കേട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ അളവ് ലേശമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഒരു 6-7 പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്താണ്. അപ്പോൾ അതാ നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 3 തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ അരിക്ക് 3 തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 7 പച്ചമുളക് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ സാധാ ബിരിയാണിക്ക് എത്രയാണ് എടുക്കുന്നത് അതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്തോടനെ വരണം. ഇതിലേക്ക് ഇനി മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മല്ലിയിലിൻ്റെ കൂടെ തന്നെ പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ 1-2 പീസ് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മല്ലിയില മാത്രം ചേർത്തുള്ളൂ. കുറച്ചധികം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയാണ് കേട്ടോ, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണി മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ പട്ടയും ഗ്രാമ്പൂ ജാതിക്ക അങ്ങനെ എല്ലാതും കൂടെ ഇട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇപ്പോൾ അത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മൊത്തം ഞാൻ ഈ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നിർത്താതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ അങ്ങനെ അങ്ങോട്ട് വെന്തോട്ടേ പറഞ്ഞിട്ട് അടച്ച് വെക്കരുത് കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കും. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് ചിക്കൻ ഇട്ടത്. എന്നിട്ട് തന്നെ അത് ആ ചിക്കനിൽ കുറച്ച് വെള്ളം വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ചിക്കൻ വെന്തോന്ന് നോക്കാനായിട്ട് കേട്ടോ. ചിക്കൻ ഒരു 1/4 വേവ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒരു 1/4 വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി അരി ചേർത്ത് കൊടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ബിരിയാണി അരി വെള്ളമൊന്നും ഇല്ലാതെ വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകസാല അരിയാണ് കേട്ടോ. 1 കിലോ ജീരകസാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ആദ്യം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കൂടെ കുറച്ച് കറിവേപ്പിലയും ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതൊന്ന് അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം പറയുന്നത്. ഹൈ ഫ്ലെയിം ഇട്ടിട്ട് അരി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്ത പോലെ ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ്.
അപ്പോൾ ഈ ഒരു ചിക്കനിൽ ലേശം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ 2 കപ്പ് ഒഴിക്കുന്നതിൽ രണ്ടാമത്തെ കപ്പിൽ ഒരു നുള്ള് കുറച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ ബിരിയാണി വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിക്കാനായിട്ട്, അതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നാണ് നമ്മൾ, അഥവാ ചിക്കനിൽ ലേശം വെള്ളം കാണുകയാണെങ്കിൽ വെള്ളം കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പൊക്കെ പാകാണെന്ന് നോക്കുക. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് വേണ്ടേ വരും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടതെന്ന് പാകം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കുക. ഇതിൽ വെള്ളം വെറ്റി വരികയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്ലെയിം പതുക്കെ അങ്ങോട്ട് കുറച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ച് പോയാലും. അപ്പോൾ അതാ ഞാനിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്നിങ്ങനെ വറ്റി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു അരി നമ്മൾ ഇളക്കുമ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ട് ആവുന്ന രീതിയിൽ വേണം കേട്ടോ ഇളക്കാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഉടഞ്ഞ് ഉപ്പുമാവ് പോലെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും വെള്ളം വെക്കുമ്പോൾ നമ്മൾ അഥവാ ചിക്കനോ ബീഫൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ലേശം ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലർക്കൊക്കെ വെള്ളം ഏറിയ പോലെ ഉണ്ടാവുക. അപ്പോൾ അതാ നല്ല ആവി പറക്കണ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.